നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുർ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം കഴിഞ്ഞ ദിവസം വരെ ശ്രദ്ധിച്ചത് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിനുള്ള പ്രാരംഭ ഘട്ടങ്ങളാണ്. സേനകൾ അണിനിരക്കുന്നതുമെല്ലാം സഞ്ജയൻ ധൃതരാഷ്ട്രക്ക് വർണ്ണിക്കുന്നതും എല്ലാമാണ് നാം കണ്ടത്. പാണ്ഡവ സൈന്യത്തിൻ്റെയും കൗരവ സൈന്യത്തിൻ്റെയും വർണ്ണനകൾ ആണ് കണ്ടത്. ഇനി നമുക്ക് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം. അർജുന ഉവാച: സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയ മേ അച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യസ്മിൻ രണസമുദ്യുമേ. 2 ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. അതിൻ്റെ അർത്ഥം അർജുനൻ പറഞ്ഞു, അല്ലയോ അച്യുത, 2 സൈന്യത്തിനും ഇടയിൽ എൻ്റെ രഥത്തെ നിർത്തിയാലും എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കൃഷ്ണൻ രഥത്തെ നിർത്തുന്നു. അപ്പോൾ വീണ്ടും ചോദിക്കുന്നതാണ്, ഇത്രയധികം യുദ്ധത്തിന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള വീരന്മാരെ ഞാനൊന്ന് കാണട്ടെ, ഞാൻ ഈ യുദ്ധത്തിൽ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് അറിയട്ടെ എന്ന് കൃഷ്ണനോട് പറയുന്നു. അടുത്ത ശ്ലോകം നോക്കാം. യോത്സ്യമാനനവേക്ഷേഹം യ ഏതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർയുദ്ധേ പ്രിയ ചികീർഷ. ധൃതരാഷ്ട്രരുടെ പുത്രനും ദുഷ്ടബുദ്ധിയുമായ ദുര്യോധനൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഇവിടെ ഒത്തുചേർന്ന് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീരന്മാരെ ഞാനൊന്ന് കാണട്ടെ എന്ന് വീണ്ടും പറയുന്നു. അടുത്ത 2 ശ്ലോകം സഞ്ജയൻ പറയുന്നതാണ്. സഞ്ജയ ഉവാച, അടുത്ത എതിർപക്ഷത്താണ്. ഏവമുക്തോ ഹൃഷീകേശ ഗൂഢാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീഷിതാം ഉവാച പാർത്ഥ പശ്യന്താൻ സമവേതാൻ കുരുനീതി. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ ഭരതകുലോൽപ്പന്നയായ ധൃതരാഷ്ട്രരോട് സഞ്ജയൻ വീണ്ടും സാഹചര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അർജുനനത് പറഞ്ഞു കേട്ട് ശ്രീകൃഷ്ണൻ, ഭീമൻ, ദ്രോണൻ യുദ്ധത്തിനായി അണിനിരന്ന മറ്റ് രാജാക്കന്മാർ എന്നിവരുടെ മുൻപിലായി 2 സേനകളുടെ ഒത്ത നടുവിൽ രഥം നിർത്തിയിട്ട്, ഹേ അർജുന, ഒന്നായി ചേർന്ന് നിൽക്കുന്ന കൗരവരെ കാണുക എന്ന് പറയുന്നു. ധൃതരാഷ്ട്ര പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അതായത്, അവരുടെ വശത്താണോ ഇന്ദ്രിയങ്ങളുള്ളത്, ആരുടെ വശത്താണോ ഇന്ദ്രിയങ്ങളുള്ളത് അയാളാണ് ഹൃഷീകേശൻ, ഇന്ദ്രിയങ്ങളുടെ ഈശൻ. ശ്രീകൃഷ്ണൻ ഹൃഷീകേശനാണ്. അവിനാശിയും സ്ഥിരനും ദൃഢനുമാകയാൽ ശ്രീകൃഷ്ണനെ അച്യുതൻ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അർജുനൻ്റെ ഗൂഢാകേശൻ എന്നാണ്, അർജുനനെ ഗൂഢാകേശൻ എന്നാണ് ശ്ലോകത്തിൽ വിശേഷിപ്പിക്കുന്നത്. ഗൂഢായനം, നിദ്ര, ഈശൻ, ഉടമ, സ്വാമി, ഈശൻ എന്നെല്ലാം പറയാം. ഗൂഢാകേശൻ എന്നാൽ ഉറക്കത്തിൻ്റെ ഉടമ, അലസൻ എന്നൊക്കെയാണ് അർത്ഥം. ഗീതയിലെ ഈ കപിധ്വജൻ, ഗൂഢാകേശൻ എന്നീ വാക്കുകളിലൂടെ അർജുനൻ്റെ ആലസ്യം, ദൗർബല്യം എന്നിവ കാട്ടിത്തരികയാണ് ശ്രീ വേദവ്യാസ മഹാമുനി. അങ്ങനെ
അർജുനൻ കൃഷ്ണനോട് നമ്മോട് എതിരാൻ വന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അടുത്ത അർജുനൻ അവരൊക്കെ കണ്ടിട്ട് പറയുന്ന കാര്യങ്ങൾ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. കൂടുതലായി സമയം കൂടുമ്പോൾ നിങ്ങൾക്കെല്ലാം ശ്രദ്ധിക്കാനും ഉള്ള സമയക്കുറവ് കൊണ്ട് അതുകൊണ്ട് മിക്കവാറും 5 മിനിറ്റ് ഒക്കെ ആക്കിയാണ് ഞാൻ നിർത്തുന്നത്. അടുത്ത 2 ശ്ലോകങ്ങൾ കൂടി കഴിയുമ്പോൾ അർജുനൻ്റെ ദുഃഖമാണ്. ഓക്കെ, ഈ പറഞ്ഞതെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ ശ്ലോകവും അതിൻ്റെ അർത്ഥവും യുദ്ധം തുടങ്ങിയില്ല. അർജുനൻ്റെ വിഷാദം, അർജുനൻ്റെ ദുഃഖം വന്ന് തീർത്ഥത്തിലിരിക്കുമ്പോഴാണ് ശ്രീ ഭഗവാൻ ഗീതോപദേശം തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വളരെ വളരെ വിശദീകരിച്ച് സംസാരിക്കാം ഓരോ കാര്യങ്ങളും. നമഃശിവായ, നമസ്കാരം. ഗുരുപാദാര വിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ശുഭ സുദിനം.